സുഹൃത്തുക്കളെ, ഒരു ലേസി ബോയ് കസേര എങ്ങനെ സാംസ്കാരിക പ്രതീകമായി മാറിയെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അത്ഭുതം തോന്നിയിട്ടില്ലേ? ഒരിക്കൽ മരക്കഷ്ണങ്ങളായിരുന്നവ ഇന്ന് അടി മുതൽ മുടി വരെ മാറി. USB പോർട്ടുകൾക്കുള്ള സ്മാർട്ട് ഷീറ്റുകൾ വരെയായി. ഇതാണ് ലേസി ബോയ് ചെയറിന്റെ കഥ. 1990കളുടെ തുടക്കത്തിൽ റീക്ലൈനർ ചെയറുകൾ വലിയ ആഡംബരമായിരുന്നില്ല. അവ കഠിനവും ഭാരം കൂടിയതുമായിരുന്നു. എങ്കിലും അവ ഒരു ശക്തമായ ആശയം അവതരിപ്പിച്ചു. വിശ്രമം വ്യക്തിപരമായിരിക്കണം. 1928 മിഷിഗണിൽ രണ്ട് മടിയന്മാരായ എഡ്വേർഡ് ക്നാബുഷും എഡിൻ ഷൂമേക്കറും ചേർന്ന് ലോകത്തെ മാറ്റിമറിച്ച ഒരു സ്ലാറ്റ് അടിക്കുറിപ്പുള്ള റീക്ലൈനിങ് ചെയർ രൂപകൽപ്പന ചെയ്തു. അതുതന്നെയാണ് ആദ്യത്തെ ലേസി ബോയ് ചെയർ. കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ കസേരയും മാറി മാറി വളർന്നു. 1950കളിൽ അത് ഫാഷനായി. 70കളിൽ അതിന്റെ വലിപ്പം കൂട്ടി. 90കളിലാവട്ടെ അത് ഓരോ മുത്തശ്ശന്മാരുടെയും സിംഹാസനങ്ങളായി മാറി. ഇന്നത്തെ ലേസി ബോയ്സ് കസേരകൾ റീക്ലൈൻ ചെയ്യുന്നതിലുപരി മസാജ് ചെയ്യുന്നു. അവ ശരീരത്തെ തിരുമ്മുന്നു, ചൂട് നൽകുന്നു, ഫോണും ചാർജ് ചെയ്യുന്നു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥാനവും ഓർമ്മിപ്പിക്കും. സാങ്കേതിക വിദ്യ ഇന്ന് സുഖാനുഭവത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. പക്ഷേ ഇന്ന് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം ലേസി ബോയ് ഒരു ചിഹ്നമായി മാറി. വരാന്തകളിലും കുടുംബ ലിവിംഗ് റൂമുകളിലും പഴയ ആളുകളുടെ ഓർമ്മകളിലുമാണ് ഇന്ന് ഇതിന്റെ സാന്നിധ്യം. ഇത് വെറും ഒരു കസേരയല്ല, ഒരു കാലത്ത് വീടിന്റെ ഒരു ഭാഗമായിരുന്നു, ഒരു ഭാഗ്യമായി. മരവും നഖങ്ങളും മുതൽ ടെക്നോളജിയും മെമ്മറി ഫോമും വരെ ലേസി ബോയ്സ് കസേര നമ്മൾ എങ്ങനെ വിശ്രമിക്കുന്നു, ഊർജം വീണ്ടെടുക്കുന്നു, ആശ്വസിക്കുന്നു എന്നതിൻ്റെ കഥ പറയുന്നു. ഇത് സുഖം കാലാനുസൃതമായി മാറിയതാക്കുന്നു, മറക്കാൻ പറ്റാത്തതാക്കുന്നു. നാമുള്ള കാലത്ത് കുറച്ചു നേരത്തെ എൻ്റെ കൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫർണിച്ചർ ഓർമ്മ കമൻറ്റ് നന്ദി.